ഇന്ന് രാജ്യത്ത് സ്ത്രീകളോട് കോൺഗ്രസും CPM-ഉം കാണിച്ചിരിക്കുന്നത് ചരിത്രപരമായ വഞ്ചനയാണ് എന്നാണ് BJP നേതാക്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈയിടെയായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 33% സീറ്റ് സ്ത്രീകൾക്ക് നൽകണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് പാർലമെന്റിൽ അടപടലം പൊട്ടിയതിന്റെ ഗർവിലാണ് അവരെല്ലാവരും ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ പോസ്റ്റ് കണ്ടിട്ട് ഇതര പാർട്ടി അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. BJP നേതാക്കളെല്ലാം പറഞ്ഞത് സത്യമാണ്, എന്നാൽ അത് പൂർണ്ണമായും സത്യമല്ല. വനിതാ സംവരണ ബില്ല് പാസ്സാകണമെങ്കിൽ അതിനു മുമ്പ് ഒരു ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാകണം. അതായത് നമ്മുടെ പാർലമെന്റിന്റെ എണ്ണമായ 543 എന്നത് 880 ഉയർത്തുകയും അത് പോപ്പുലേഷൻ ബേസ്ഡ് ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മണ്ഡലങ്ങളുടെ എണ്ണം താരതമ്യേന വർദ്ധിപ്പിക്കുകയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും BJP-യെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തൊരു കക്ഷിയായിട്ട് ഉയർത്തുകയും ചെയ്യണം. അവരുടെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഒരുക്കിയ ഒരു കുബുദ്ധിയാണിത്. ആക്ച്വലി പ്രതിപക്ഷ പാർട്ടികൾ ഈ സംവരണ ബില്ലിനെതിരാണോ? എന്നാൽ ഒരിക്കലുമല്ല. എന്നാൽ അവരുടെ ആവശ്യം നിലവിലുള്ള 543 സീറ്റ് എന്നതിൽ തന്നെ 33% സ്ത്രീകൾക്ക് കൊടുക്കാമെന്നതാണ്. ഇതുമായി ഒരിക്കലും BJP യോജിക്കുന്നില്ല. ആദ്യം നമ്മളുടെ ഇരിപ്പിടം ഉറപ്പാക്കണം, അതിന് ഇടയിൽ കൂടെ വേണമെങ്കിൽ വനിതകൾക്ക് സംവരണം കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. 2014 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയവരാണ് ഈ BJP സർക്കാർ. എന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 12 വർഷങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് 32% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സംരക്ഷകരായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്.